ചെയ്തു എല്ലാവരും? മെട്രിക്സിലെ ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു അല്ലേ മക്കളെ? അപ്പൊ ഞാൻ ആ മെട്രിക്സിന്റെ റോ റെഡ്യൂസ്ഡ് ഫോം എഴുതാം. അതിൽ ലാസ്റ്റ് വരുന്ന റോ റെഡ്യൂസ്ഡ് ഫോമിലെ ടേംസ് നിങ്ങൾ പറയണം കേട്ടോ. ആദ്യത്തേത് ഞാൻ എഴുതാം. ഓക്കെ, മെട്രിക്സ് തന്നിരുന്നു. 3 ഇക്വേഷൻസ് ആയിരുന്നു അല്ലെ തന്നിരുന്നത്. അൺനൗൺസ് XYZ ആയിരുന്നു. മ്യൂ എന്നുള്ള ടേമിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടായിരുന്നു നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നത്. സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെന്നും പറഞ്ഞിരുന്നു. ഓക്കെ, ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് നിങ്ങൾക്ക് കിട്ടിയത് ഇതായിരിക്കും 1 1. ഓക്കെ, സെക്കൻഡ് റോയിലെ എലമെന്റ്സ് ഒക്കെ ഒന്ന് പറയാം കേട്ടോ. സെക്കൻഡ് റോയിലെ എലമെന്റ്സ് റോ റെഡ്യൂസ്ഡ് ഫോം ചെയ്തതിന് ശേഷമുള്ളത് പറയുന്ന കേട്ടോ, ഓർ റോ എഷലോൺ ഫോം. സെക്കൻഡ് റോയിൽ കിട്ടിയ എലമെന്റ്സ് എന്ന് പറയും 0 1 2 2. 0 1 2 2 അതാണ് കിട്ടിയ എല്ലാവർക്കും. സെക്കൻഡ് റോയിലെ എലമെന്റ്സ് ആഫ്റ്റർ റോ റെഡ്യൂസ്ഡ് ഫോം 0 1 2 0 എന്ന് കിട്ടിയിട്ടുണ്ട്. Any other answer? Any other answer other than 0 1 2 2? ലാസ്റ്റ് തന്നിരുന്ന ക്വസ്റ്റ്യൻ ആണ്. കുറേ പേര് ഇപ്പൊ ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ. 0 1 2. യാ കറക്റ്റ്. ആരാ പേര് ഞാൻ നോട്ട് ചെയ്തില്ല. ഒരാളിപ്പോ കറക്റ്റ് ആയിട്ട് എഴുതിയിരുന്നു. പലർക്കും മ്യൂ എന്നുള്ള ടേം പോലും വന്നിട്ടില്ല. 0 1 2 2 അല്ല വരുന്നത് കേട്ടോ. 0 1 2 ആൻഡ് മ്യൂ -1 ആണ് വരുന്ന ടേം കേട്ടോ. അത് നിങ്ങൾ റോ റെഡ്യൂസർ ഫോം ചെയ്തതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. ഒന്ന് ശ്രദ്ധിക്കുക. 0 1 2 ആൻഡ് മ്യൂ -1 ആണ് കേട്ടോ ഇവിടെ വരുന്നത്. കുറെ പേര് ഇവിടെ 2 തന്നെ എഴുതിയിരിക്കുന്നു. ഇത് മ്യൂ എന്നുള്ളൊരു കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. അത് ഞാൻ ക്വസ്റ്റ്യൻ എഴുതുന്ന നേരത്തെ പറഞ്ഞിരുന്നു. മ്യൂ ഇസ് എ കോൺസ്റ്റന്റ്. ലാസ്റ്റ് റോയിലെ വാല്യൂസ് ഒന്ന് പറഞ്ഞു കണ്ടുപിടിച്ചവര്. 0 0 0 ആൻഡ് മ്യൂ സ്ക്വയർ മൈനസ്. ഓക്കെ, കറക്റ്റ്. 0 0 0 ആൻഡ് മ്യൂ സ്ക്വയർ -4 മ്യൂ പ്ലസ് 3. ഓക്കെ, ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. റോ റെഡ്യൂസ്ഡ് ഫോം വരെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതുവരെ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും റോ റെഡ്യൂസ്ഡ് ഫോം തന്നെയാണ്. അത് തെറ്റിക്കാൻ പാടില്ല കേട്ടോ. ഫസ്റ്റ് റോ കംപ്ലീറ്റ് 1 ആണ് കിട്ടിയിരിക്കുന്നത്. ദെൻ സെക്കൻഡ് റോ 0 1 2 ആൻഡ് മ്യൂ -1. ലാസ്റ്റ് റോ നോക്കി 0 0 0 മ്യൂ സ്ക്വയർ -4 മ്യൂ പ്ലസ് 3. ഇത് എ എന്നുള്ള മെട്രിക്സിന്റെ ആണ്. ലാസ്റ്റ് കോളം ബി യുടെ ആണ് അല്ലെ. ഇനി ഗിവൻ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ? Given the system is consistent. System consistent ആണെങ്കിൽ എന്ത് പറയാം? കണ്ടീഷൻ എന്താ? Since the equations are consistent, we have എന്താ കണ്ടീഷൻ പഠിച്ചിരിക്കുന്നത്? സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെന്ന് തന്നിട്ടുണ്ടോ? എന്ത് പറയാം നമുക്ക്? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, റാങ്ക് ഓഫ് AB ഈക്വൽ ടു റാങ്ക് ഓഫ് A അല്ലെ. ഇപ്പൊ തന്നിട്ടുണ്ട് സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റാങ്ക് ഓഫ് AB is equal to റാങ്ക് ഓഫ് A. Since the given system is consistent ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? റാങ്ക് ഓഫ് AB is equal to റാങ്ക് ഓഫ് A. ബട്ട് റാങ്ക് ഓഫ് ഈ ന്യൂ വാല്യൂ അറിഞ്ഞാൽ AB യുടെ റാങ്ക് നമുക്ക് പറയാം അല്ലെ. ഇവിടെ എന്താണ് വന്നതെന്ന് അറിഞ്ഞാൽ AB യുടെ റാങ്കിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ മ്യൂ വാല്യൂ നമുക്ക് അറിയത്തില്ല. ബട്ട് എയുടെ റാങ്ക് എന്താന്ന് പറഞ്ഞു. ഓക്കെ, ഈ മെട്രിക്സ് യൂസ് ചെയ്തുകൊണ്ട് എയുടെ റാങ്ക് എന്ന് പറഞ്ഞു. വാട്ട് അബൌട്ട് ദ റാങ്ക് ഓഫ് A? റാങ്ക് ഓഫ് A എന്താ കിട്ടിയേ? 2. ഓക്കെ, സോ റാങ്ക് ഓഫ് A 2 ആണെന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ? വി ഹാവ് റാങ്ക് ഓഫ് A is equal to 2. റാങ്ക് ഓഫ് A 2 ആണെങ്കിൽ റാങ്ക് ഓഫ് AB എന്ത് തന്നെയായിരിക്കും? 2. കാരണം എന്ത് പറഞ്ഞിട്ടുണ്ട്? Since the system is consistent, rank of AB is equal to rank of A.
സോ നമുക്ക് റാങ്ക് ഓഫ് എ 2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ റാങ്ക് ഓഫ് എ ബിയും എന്ത് തന്നെയാന്ന് പറയാം, 2. സോ ഈ ടേമിന്റെ വാല്യൂ എന്തായിരിക്കണം? റാങ്ക് ഓഫ് എ ബി 2 ആവണേല് ഫൈനൽ ആൻസർ എഴുതുന്നുണ്ട് കുറെ പേര്. ഓക്കെ, കറക്റ്റ് തന്നെയാണ്. ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതുകൂടി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ഫൈനൽ ആൻസർ പറയാം. ഓക്കെ, ഇപ്പൊ റാങ്ക് ഓഫ് എ ബി 2 ആവണേല് ഈ ടേം എന്തായി പറ്റും? ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു 0. സോ നമുക്ക് എന്താ കിട്ടിയ റിസൾട്ട് എന്ന് പറയാം. So from this we have mu square minus 4 mu plus 3 is equal to 0. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ? റാങ്ക് ഓഫ് എ 2 ആണ്, റാങ്ക് ഓഫ് എ ബി അപ്പൊ എന്തായിരിക്കും? 2 ആയിരിക്കും. റാങ്ക് ഓഫ് എ ബി 2 ആവണേല് ആ ലാസ്റ്റ് ടേം എന്തായിരിക്കണം? 0 ആയിരിക്കും. സോ അതിന് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് മ്യൂ എന്നുള്ള ടേമിന്റെ വാല്യൂസ് പറയാം. ലാഗ് ആവുന്നുണ്ടോ വീഡിയോ? ഒരു മിനിറ്റ് കേട്ടോ. ലാഗ് ഉണ്ട് അല്ലേ? ഒരു മിനിറ്റ് കേട്ടോ. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ വീഡിയോ പ്രശ്നമുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, ഇപ്പൊ മ്യൂ സ്ക്വയർ മൈനസ് 4 മ്യൂ പ്ലസ് 3 ഇസ് ഈക്വൽ ടു 0. അതിൽ നിന്ന് മ്യൂന്റെ വാല്യൂസ് ഒക്കെ ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ. ഇത് നോക്കി, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ ആ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാലും വാല്യൂസ് കിട്ടുക കേട്ടോ. വാല്യൂസ് ആൻസർ ഒന്ന് പറയാം, എന്തൊക്കെയാ വാല്യൂസ് കിട്ടിയെന്ന് പറയും. എന്തൊക്കെയാ കിട്ടിയ വാല്യൂസ്? മ്യൂ ഇസ് ഈക്വൽ ടു സൊല്യൂഷൻസ് ഒക്കെ ഒന്ന് പറയണേ. മ്യൂവിന്റെ വാല്യൂസ് എന്തൊക്കെയാ കിട്ടിയത്? 1 and 3. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോക്കിയേ. നമ്മൾക്ക് തന്നിരിക്കുന്നതിൽ for each values of mu obtained find the solution of the system. ഓരോ വാല്യൂസ് യൂസ് ചെയ്തുകൊണ്ട് again സൊല്യൂഷൻ കണ്ടുപിടിക്കും. ആദ്യം നമ്മൾ മ്യൂവിന്റെ വാല്യൂ 1 യൂസ് ചെയ്തുകൊണ്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുക, then 3 യൂസ് ചെയ്തുകൊണ്ട് ഫൈനലി നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെയാണ്, അവിടെ വ്യത്യാസം കണ്ടുപിടിക്കുക. ഇതിൽ മ്യൂ വാല്യൂസ് കണ്ടുപിടിച്ചതിന് ശേഷം വേണം സൊല്യൂഷൻ കാണാൻ. ഓക്കെ, മ്യൂ വാല്യൂസ് 1 and 3 കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ച് മെട്രിക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. മ്യൂ ഇസ് ഈക്വൽ ടു 1. മ്യൂ വാല്യൂ 1 എടുത്തു കഴിഞ്ഞാൽ എന്താണ് സൊല്യൂഷൻ കിട്ടുന്നതെന്ന് നോക്കാം. അത് തിരിച്ച് മെട്രിക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. നമ്മൾക്ക് ഫൈനലി കിട്ടിയ മെട്രിക്സ് എന്തായിരുന്നു? 1 1 1 1 0 1 2. ലാസ്റ്റ് ടേം മ്യൂ മൈനസ് 1 ആണ്. സോ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് നോക്കി, മ്യൂ ഇസ് ഈക്വൽ ടു 1. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് എവിടെയൊക്കെ മ്യൂ കിട്ടിയിട്ടുണ്ടോ അവിടെ എല്ലാം തന്നെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. 1 എന്ന് കൊടുക്കാം. 3 അടുത്ത കേസിൽ ചെയ്യാം. ആദ്യം 1 കൊടുക്കും, അപ്പൊ അവിടെ 0. ലാസ്റ്റ് എന്താ കിട്ടുന്നത് നോക്കി, മ്യൂ സ്ക്വയർ മൈനസ് 4 മ്യൂ പ്ലസ് ആണ്. അവിടെ എന്തായാലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ 0 ആയിരിക്കും. സൊല്യൂഷൻ അല്ലേ? അപ്പൊ എന്തായാലും ആ ലാസ്റ്റ് മ്യൂ ഇസ് ഈക്വൽ ടു 1 വരുന്ന കേസിൽ നമ്മൾക്ക് കിട്ടിയ മെട്രിക്സ് ഇതാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എന്താ പഠിച്ചിരിക്കുന്നത്? ഇത് തിരിച്ച് റെഡ്യൂസർ ഫോമിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി മാറ്റുന്ന കാര്യമൊന്നുമില്ല. ഇതിനെ തിരിച്ച് ഇക്വേഷൻ ആക്കി മാറ്റാം. കണ്ടുപിടിക്കും ഇക്വേഷൻ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 1, വൈ പ്ലസ് 2z ഇസ് ഈക്വൽ ടു 0. അത് യൂസ് ചെയ്തുകൊണ്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ മെട്രിക്സ് കിട്ടിയല്ലോ. ഇനി നമ്മൾ അതിനെ തിരിച്ച് ഇക്വേഷൻ ആക്കി മാറ്റുക. x plus y plus z is equal to 1 and y plus 2z is equal to 0. So, this is the equation.
സെഡിന്റെ വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. കിട്ടുന്നില്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? സെഡിന് ടി. ഓക്കെ, കറക്റ്റ്. കുറെ പേര് എഴുതിയിട്ടുണ്ട് ആൻസറൊക്കെ. ശരി തന്നെയാണ്. സെഡിന് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈയുടെ വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. വൈയുടെ വാല്യൂ കിട്ടും. -2. അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 2 ആർബിട്രറി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കും. അതിനുവേണ്ടി ആ തിയറി കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. മനസ്സിലാക്കിയാൽ നമുക്ക് പ്രോബ്ലം ചെയ്യും. എത്ര വേരിയബിൾസിന് ആർബിട്രറി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സെഡിന് ടി കൊടുത്തു. y is equal to -2t. ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ x വാല്യൂ കിട്ടും. x വാല്യൂ എന്താ? x value of x (1 minus t 1 plus t). കുറേ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. മക്കളെ ചെറിയ കാൽക്കുലേഷൻ ആണ്, ശ്രദ്ധിച്ച് ചെയ്യണം. ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് തെറ്റിക്കാൻ വേറെ ഒരു കാര്യമില്ല. ഈ 2 വേരിയബിൾസ് ഈ 2 ടേംസിന്റെ വാല്യൂ എടുത്ത് ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 1 plus t ആണ് വരുന്നത്. അത് ഒരാൾ മിസ്റ്റേക്ക് ചെയ്തു, ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. സോ ഹിയർ x is equal to 1 plus t. നിങ്ങൾക്ക് 3 വാല്യൂസും കിട്ടി. Therefore the solution is, അപ്പോൾ ഇവിടെ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ആണ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. Therefore here x is equal to 1 plus t, y is equal to -2t and z is equal to t. ഓക്കെ, കുറെ പേര് എൻ്റെ അടുത്ത് അന്ന് ഡൗട്ട് ചോദിച്ചിരുന്ന ഇടയിൽ എന്തിനാണ് നമ്മൾ ലാസ്റ്റ് വേരിയബിളിന് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, വേറെ വേരിയബിൾസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ എന്ന് ചോദിച്ചിരുന്നു. 1-2 പേരൊക്കെ. നിങ്ങൾക്ക് ഏത് വേരിയബിൾസിന് വേണേലും ഈ ആർബിട്രറി കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു കുറച്ചുകൂടി ബെറ്റർ അല്ലേ, നമ്മൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊരു മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് കഴിയുന്നത് ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന വേരിയബിളിനെ വേണം നമ്മൾ ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് തെറ്റൊന്നും ഇല്ല, ശരി തന്നെയാണ്. എങ്കിലും ഞങ്ങൾക്ക് വാല്യൂസ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എക്സിന്റെ ടി കൊടുത്ത് നോക്കി വൈയും സെഡും കിട്ടുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ ആ പറഞ്ഞ ഇൻഫൈനൈറ്റ് സൊല്യൂഷന്റെ കണ്ടീഷൻസ് ഒക്കെ അങ്ങനെ തെറ്റിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന വേരിയബിൾ നമ്മൾ എഴുതുന്ന അൺനൗൺസ് ഉണ്ട്, കോളം വൈസ് നമ്മൾ എഴുതും, എക്സ് വൈ സെഡ് ഡബ്ല്യു എന്നൊക്കെ എഴുതാറുണ്ട്. അത് ഏറ്റവും ലാസ്റ്റ് എഴുതുന്ന വേരിയബിൾ ഏതാണോ അതിന് വേണം ആർബിട്രറി കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ തിരിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വേറെ വേരിയബിൾസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്ന നേരത്തെ തെറ്റിക്കാൻ സാധിക്കും. ആ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. എക്സിന്റെ ടി കൊടുത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വൈയും സെഡും കണ്ടുപിടിക്കുന്നത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടതാട്ടാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. ഡൗട്ട് ഉള്ളവർക്ക് ഞാൻ സമയം തരാം. ഓക്കെ, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്ത ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ സൊല്യൂഷൻ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തു നോക്കാം. ഓക്കെ, mu is equal to 1 വരുന്ന കേസിൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻസ് ഒക്കെ എഴുതി വെക്കാൻ സെപ്പറേറ്റ്. ഇനി അടുത്തത് mu is equal to 3 വരുന്ന കേസിൽ എന്താണ് സൊല്യൂഷൻ? മക്കളത് കണ്ടുപിടിച്ചോളൂ. എന്നിട്ട് ഫൈനൽ ആൻസർ മാത്രം പറയാം. mu is equal to 3 വരുന്ന കേസ് ഫൈനൽ സൊല്യൂഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ പറയണം. ആദ്യം മെട്രിക്സ് എടുക്കുക, mu വരുന്നിടത്തെല്ലാം തന്നെ 3 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, തിരിച്ച് ഇക്വേഷൻ ആക്കിയിട്ട് എഴുതുക, അതിനുശേഷം സൊല്യൂഷൻ കണ്ടുപിടിക്കും. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം കേട്ടോ. ഒരാളിപ്പോ ചോദിച്ചിരുന്നു ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയുമോ എന്നുള്ളത്. ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്ത ക്വസ്റ്റ്യൻ ആണ്, അത് ഗ്രൂപ്പിലും ഇട്ടിരുന്നു. mu is equal to 3. കണ്ടുപിടിക്കാത്തവര് കണ്ടുപിടിക്കുക കേട്ടോ. നിങ്ങളുടെ സൊല്യൂഷൻ പറയും. ഇതേപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല, ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ തന്നെ വരുന്നത്. കണ്ടുപിടിച്ചവർ വാല്യൂസ് ഒന്ന് പറയാം. mu is equal to 3, x is equal to, y is equal to and z is equal to എന്താന്ന് പറയാം. x is equal to t minus 1, y is equal to 2 minus 2t and z is equal to t. Correct. So mu is equal to 3, x is equal to t minus 1, y is equal to 2 minus 2t and z is equal to t. കിട്ടിയോ? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് തരാം. ഇത് വ്യത്യാസം ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല.
ആ മ്യൂ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പഴയ നമ്മൾ ചെയ്തിട്ടുള്ള അതേ സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. മ്യൂ എന്നുള്ള ടേമിന്റെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം സൊല്യൂഷൻസ് കണ്ടുപിടിക്കും. ആ മ്യൂ വാല്യൂ എന്താവണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. റാങ്ക് ഓഫ് AB 2 ആവണേല ആ ലാസ്റ്റ് ടേം 0 ആയിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പ്രോബ്ലം ചെയ്യും. ഓക്കെ, നമ്മുടെ നോൺ ഹോമോജീനിയസിന്റെ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയി കേട്ടോ. എല്ലാ ഡിഫറെന്റ് ആയിട്ടുള്ള ബിസിനസ് എല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്ത ടോപ്പിക് സൊല്യൂഷൻസ് ഓഫ് ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. സൊല്യൂഷൻസ് ഓഫ് ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. എന്താണ് ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റത്തിന്റെ പ്രത്യേകത? എന്താ? ഇതെല്ലാം നേരത്തെ പറഞ്ഞു തന്നിരുന്നു. ഇതിന്റെ തിയറി കംപ്ലീറ്റ് മക്കൾക്ക് പറഞ്ഞു തന്നിരുന്നു ഒരു ക്ലാസ്സിൽ. എന്താണ് ഹോമോജീനിയസ് ഇക്വേഷന്റെ പ്രത്യേകത? എന്താ? നോൺ ഹോമോജീനിയസ് പഠിച്ചു അല്ലേ? നമ്മൾക്കറിയാം എനി ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം Ax equal to B, B is equal to ഒരാൾ ആൻസർ ചെയ്തു. ഇനി ഏതാ ആൻസർ? ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ പ്രത്യേകത എന്താ? Ax equal to B ലെ B 0 ആവുന്ന കേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. പറയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക കേട്ടോ. Ax equal to B ലെ B not equal to 0 വന്നു കഴിഞ്ഞാൽ നോൺ ഹോമോജീനിയസ്, B equal to 0 വരുന്ന കേസിൽ എന്തായി മാറുന്നത്? ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ നേച്ചർ എന്താണ്? സൊല്യൂഷന്റെ നേച്ചർ എന്തായിരിക്കും? ഡിസ്ക്രൈബ് ദ നേച്ചർ ഓഫ് ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. യുണീക്ക് എന്ന് പറഞ്ഞ ഒരാള് ഞാൻ ഇതിന്റെ ജോമെട്രിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ പറഞ്ഞു തന്നു. ഓക്കെ, ഇത് ഒറിജിനിൽ കൂടെ കടന്നു പോകുന്ന ലൈൻസ് തന്നെ ആയിരിക്കും. ലൈനോ പ്ലെയിനോ എന്താണേലും യുണീക്ക് ആൻഡ് ഇൻഫൈനൈറ്റ്, അതാണ് കറക്റ്റ് ആൻസർ. ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എപ്പോഴും എന്തായിരിക്കും? Is it consistent or inconsistent? അതുകൂടി പറയും. ആ ആൻസർ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട. ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് അല്ല, കൺസിസ്റ്റന്റ് ആണ്. കുറേ പേര് മിസ്റ്റേക്ക് ചെയ്ത്. ഹോമോജീനിയസിന് എന്തായാലും സൊല്യൂഷൻ ഉണ്ടാവും. ഒന്നുമില്ലെങ്കിലും 0 കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചേട്ടാ, അറിയാത്തവര് ശ്രദ്ധിക്കുക. കുറെ പേര് മിസ്റ്റേക്ക് ചെയ്തിട്ടൊക്കെയാ പറയുന്നേ. ഞാൻ 2 വേരിയബിൾസിലുള്ള 2 ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഇത് നോക്കി, ഇതൊരു ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. ഇതിന്റെ ഒരു സൊല്യൂഷൻ നമുക്ക് പറയാം. എക്സിനും വൈക്കും 0 കൊടുത്താൽ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഒന്നുമില്ലേലും അതിലെ ഒരു സൊല്യൂഷൻ എന്തായാലും 0 സൊല്യൂഷൻ. അന്ന് ഞാൻ തിയറിയൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഒറിജിനിലൂടെ കടന്നു പോകുന്ന ലൈൻസ് ആണ് നമ്മൾക്ക് കിട്ടുക. ഇത് വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന എന്തായിരിക്കും? ഒറിജിനിലൂടെ കടന്നു പോകുന്ന ലൈൻസ് ആണ്. ഇത് 2 വേരിയബിളാണ് ഞാൻ പറഞ്ഞു. എങ്ങനെ വേണമെങ്കിൽ ആ ലൈൻസ് വരച്ചു. എല്ലാം തന്നെ ഒറിജിനിലൂടെ കടന്നു. കാരണം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അവിടെ 0 ആണ്. കോൺസ്റ്റന്റ് 0 വരുന്ന കേസിൽ നമ്മൾ ഈ പറഞ്ഞ ലൈന് ഗ്രാഫിക്കലി വരച്ചു കഴിഞ്ഞാൽ എന്തായാലും അത് ഒറിജിനിലൂടെ കടന്നു. എങ്ങനെ വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ 2 ലൈൻസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. മാത്രമല്ല ലൈൻസ് എന്തായാലും ഒറിജിനിലൂടെ കടന്നു പോകും എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു സൊല്യൂഷൻ എന്തായിരിക്കും? ഒരു കേസ് ഇങ്ങനെ പറഞ്ഞു, അത് 0 എന്തായാലും ഇതിന്റെ സൊല്യൂഷൻ ആയിരിക്കും. പിന്നെ ഒരു സാധ്യത പറയുന്നത് ആ 2 ലൈൻസ് കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ വേറെ ലൈനും ആ ലൈനിൽ കൂടെ തന്നെയാണ് വരുന്നത്, കോയിൻസൈഡ് ചെയ്യും. ആ കേസിൽ സൊല്യൂഷൻ എന്താവാം? ഇൻഫൈനൈറ്റ് ആവും. അപ്പൊ ഹോമോജീനിയസിലെ 2 കേസ് മാത്രമേ വരുന്നുള്ളൂ. നോ സൊല്യൂഷൻ എന്നുള്ള കൺസെപ്റ്റ് എവിടെ ഇല്ല? ഹോമോജീനിയസിൽ ഇല്ല. ഓക്കെ, അതാണ് ഒറിജിനിലൂടെ കടന്നു പോകുന്ന ലൈൻ മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റൂ. കോൺസ്റ്റന്റ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത് ലൈൻ ആയിക്കോട്ടെ പ്ലെയിൻ ആയിക്കോട്ടെ എന്താണേലും അത് ഒറിജിനിലൂടെ കടന്നു പോകുന്നത് തന്നെ ആയിരിക്കണം നമ്മൾ വരയ്ക്കണം. ഏത് കൺസെപ്റ്റ് ഇല്ല? നോ സൊല്യൂഷൻ എന്നൊരു കൺസെപ്റ്റ് ഇല്ല. ദാറ്റ് മീൻസ് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എപ്പോഴും എന്തായിരിക്കും? കൺസിസ്റ്റന്റ് ആയിരിക്കും. അതായത് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും.
ഓക്കെ, ആ സൊല്യൂഷൻ എന്തൊക്കെയാവാം? യുണീക്ക് ഓർ ഇൻഫൈനൈറ്റ്. ഇവിടെ യുണീക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് 0 തന്നെയാണ്. 0 0 0 3 വേരിയബിൾസ് ആണെങ്കിൽ 0 0 0 ആയിരിക്കും അവിടുത്തെ യുണീക്ക് സൊല്യൂഷൻ. വേറെ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടില്ലേ? ഓക്കെ, കറക്റ്റാ മനൂഷ. യുണീക്കും ഇൻഫൈനൈറ്റും മാത്രമേ വരുള്ളൂ. ഏത് കേസിലെ? ഹോമോജീനിയസ് അല്ലെ. നോ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ ഇല്ല കേട്ടോ. പറയട്ടവര് ഓക്കെ, നമുക്ക് അതിന്റെ പ്രോബ്ലംസ് ചെയ്യാം. വലിയ വ്യത്യാസമില്ല, ഒന്ന് ചെയ്ത് അതേപോലെ തന്നെയാണ് കണ്ടീഷൻസ് തന്നെയും. ആ യുണീക് സൊല്യൂഷൻ വേറൊരു പേര് കൂടി ഉണ്ട് കേട്ടോ, അതുകൂടി പേര് വെച്ചോളൂ. യുണീക് സൊല്യൂഷൻ എന്ന് ഞാൻ പറഞ്ഞു. യുണീക് സൊല്യൂഷൻ 3 വേരിയബിൾസിലാണെങ്കിലും എന്തായിരിക്കും കിട്ടാൻ സാധ്യതയുള്ളത്? 0 0 0. നോൺ ഹോമോജീനിയസിൽ അങ്ങനെയല്ല. യുണീക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വേണേലും ആവാം. ഇനി കോൺസ്റ്റൻസ് വേണേലും വരാം. ഇവിടത്തെ ട്രിവിയൽ സൊല്യൂഷൻ. ഓക്കെ, ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയാം കേട്ടോ. യുണീക് സൊല്യൂഷന് ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയും. അതേപോലെ ഈ കേസിൽ വരുന്ന ഇൻഫൈനൈറ്റ് സൊല്യൂഷന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയും. 0 0 0 അല്ലാതെ വരുന്ന സൊല്യൂഷന് ഇൻഫൈനൈറ്റ് എന്നും ഇവിടെ എന്തും കൂടി പറയാറുണ്ട്, നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്നും പറയും. ഓക്കെ, കണ്ടീഷൻസ് ഒക്കെ മുന്നേ പഠിച്ച അതേ കാര്യം തന്നെയാണ്. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. നോൺ ഹോമോജീനിയസിൽ നിങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് അതേ കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹോമോജീനിയസിന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. സോൾവ് ദ ഇക്വേഷൻസ് x plus 2y plus 3z is equal to 0. First equation. Then 2x plus y plus 3z is equal to 0. Third equation, 3x plus 2y plus z is equal to 0. ഇന്നോടി വായിക്കുന്ന ഇക്വേഷൻസ് എല്ലാവരും എഴുതിയെടുത്തുള്ള. x plus 2y plus 3z is equal to 0. Second equation, 2x plus y plus 3z is equal to 0. Third equation, 3x plus 2y plus z is equal to 0. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്? ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി ഫോം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം മെട്രിക്സ് ഫോം ചെയ്യാം. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയല്ലോ. ഇവിടെ എ ബി എന്നുള്ള മെട്രിക്സിന്റെ ആവശ്യമില്ല. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞതാണ്. മെട്രിക്സ് എ മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. മെട്രിക്സ് 1 2 3 2 1 3 3 2 1. ഓക്കെ, ഇതാണ് മെട്രിക്സ് എ. സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്? എ ബി എന്നുള്ള മെട്രിക്സ് ആണ് ഫോം ചെയ്യാറ് അല്ലെ. ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ് എല്ലാ കേസിലും നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താ നോക്കി അല്ലെ. നിങ്ങൾ ഇനി എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയല്ലേ, റോ ട്രാൻസ്ഫോർമേഷൻസ് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഫൈനലി ആ കോളത്തിന് യാതൊരു ചേഞ്ചും ഉണ്ടാകും. ആ കോളം അതുപോലെ തന്നെ റിമെയിൻ ചെയ്യും. നിങ്ങളുടെ ലാസ്റ്റ് റോ റെഡ്യൂസ്ഡ് ഫോം വരെയും ഈ കോളത്തിന് യാതൊരു ചേഞ്ചും ഉണ്ടാകും. നമ്മൾ ഏത് ഫോം ചെയ്യേണ്ട കാര്യമില്ല. മെട്രിക്സ് എ ബി എന്നുള്ളത് ആവശ്യമില്ല. എന്ത് തന്നെ എഴുതിയാൽ മതി, എ എന്നുള്ള മെട്രിക്സ് എഴുതിയാൽ മതി. ഓക്കെ, ആയിരിക്കും കൺഫ്യൂഷൻ വരുന്നവർക്ക് വേണമെങ്കിൽ 0 0 ഇട്ട് പഴയ പോലെ ചെയ്തോളൂ. സോ ഇവിടെ ശരിക്കും എന്താ ആവശ്യമില്ല, ലാസ്റ്റ് കോളം 0 0 എഴുതേണ്ട കാര്യമില്ല. എന്റെ റീസൺ മനസ്സിലായല്ലോ. നിങ്ങൾ എന്ത് ചേഞ്ചസ് R2 ചേഞ്ചസ് ടു R2 - 3 R1 R3 ചേഞ്ചസ് ടു എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് നടത്തിയാലും ഫൈനലി ഇവിടെ എന്ത് തന്നെയായിരിക്കും? 0 0 തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, ചിലർക്ക് ആൻസർ ഒക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, ചെയ്തോളൂ. പഴയ പോലെ റോ റെഡ്യൂസ്ഡ് ഫോം വരെ ചെയ്യാം കേട്ടോ. ആ മെട്രിക്സ് ഞാൻ പറയാം, എല്ലാവരും ചെയ്യുക. എന്നിട്ട് നമുക്ക് ആൻസർ ഒന്ന് വെരിഫൈ ചെയ്യാം. റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് മാറ്റാം ഗിവൻ മെട്രിക്സ്. നോൺ സീറോ ആണ് അല്ലേ. 1 2 3 അപ്പൊ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. 2 3 എന്നുള്ളത് 0 0 ആക്കുക കേട്ടോ. 2 and 3 ചേഞ്ച് ചെയ്തിട്ട് 0 0 ആക്കണം. 0 -3 -3 0 -4 -8 ഒന്നുകൂടി അത് മാറ്റി ചെയ്താട്ടോ. R2 changes to and R3 changes to എന്നുള്ളതിന്റെ ആൻസർ ഒരാളെ പറഞ്ഞേ.
0 minus 3 0. ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻസ് നടത്തി കഴിഞ്ഞ് കിട്ടുന്നത് ഇതാ. എഗെയിൻ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് വേണമെങ്കിൽ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ നിങ്ങൾക്ക്. R2 ഒന്ന് -3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. R3 എന്നുള്ള റോനെ -4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാം. അല്ലാതെ ഡയറക്റ്റായി ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാം, നോ പ്രോബ്ലം. സിംപ്ലിഫൈ ചെയ്ത് ചെയ്യണവർക്ക് അങ്ങനെയും ആവാം. സിംപ്ലിഫൈ ചെയ്തവർക്ക് ഇതാണ് വരിക. -3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സെക്കൻഡ് റോ ചേഞ്ചസ് ടു 0 1 1. തേർഡ് റോ ചേഞ്ചസ് ടു, തേർഡ് റോനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? -4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 2. ഇങ്ങനെ ചെയ്ത് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് റോ ട്രാൻസ്ഫോർമേഷൻ നടക്കും. ഓക്കെ, നോൺ സീറോ താഴെയുള്ളതെല്ലാം 0, നോൺ സീറോ ഈ താഴെയുള്ള ഈ ടേം 0. 0 ആക്കാൻ എന്ത് ചെയ്യേണ്ടു? ലാസ്റ്റ് വരുന്ന ഇത് 0 ആക്കാനുള്ള റൂൾ എന്ന് പറഞ്ഞു. 1 എന്നുള്ള ടേം 0 ആക്കണം. എന്താ റൂള്? പലരും ഇത് തെറ്റിക്കാറുണ്ട്. നോക്കട്ടെ. ഈ 1 എന്നുള്ള ടേം 0 ആക്കണം. സോ എന്ത് റൂൾ അവിടെ എഴുതേണ്ടതെന്ന് പറഞ്ഞു? R3 മൈനസ് R2. ഓക്കെ, ഒരിക്കലും R1 യൂസ് ചെയ്ത് ചെയ്യരുത് കേട്ടോ. ഈ ടേം 0 ആക്കേണ്ടത് ബേസ്ഡ് ഓൺ ദിസ് R2. ഓക്കെ, കറക്റ്റ്. ആൻസർ എന്താ വരുന്നത് നോക്കി? 0 1. അപ്പൊ ഫൈനലി നമ്മുടെ മെട്രിക്സ് റോ റെഡ്യൂസ്ഡ് അല്ലെങ്കിൽ റോ എഷലോൺ ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. ചെക്ക് ചെയ്യാം. നോൺ സീറോ താഴെയുള്ളതെല്ലാം 0, നോൺ സീറോ 0, നോൺ സീറോ. അപ്പോൾ ഗിവൻ മെട്രിക്സ് ഇൻ ദ റോ റെഡ്യൂസ്ഡ് ഫോം ഓർ റോ എഷലോൺ ഫോമിലേക്ക് നമ്മുടെ മെട്രിക്സിനെ മാറ്റി എഴുതിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? തിരിച്ചതിനെ ഇക്വേഷൻ ആക്കി മാറ്റണം. ഇക്വേഷൻ മനസ്സിലായില്ലേ മക്കളെ? നോൺ സീറോ താഴെയുള്ളതെല്ലാം 0, നോൺ സീറോ താഴെയുള്ള ടേം 0. താഴെ എത്ര ടേംസ് ഉണ്ട് അതെല്ലാം 0 ആക്കണം. ഓക്കെ, തേർഡ് റോയിലെ തേർഡ് എലമെന്റ് നോൺ സീറോ, താഴെ വല്ല എലമെന്റ്സ് ഉണ്ടെങ്കിൽ 0 ആക്കണം. ഒരു എലമെന്റ്സും ഇല്ല, സോ നമ്മൾ ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്യും. ഇതിനെയാണ് റോ റെഡ്യൂസ്ഡ് അല്ലെങ്കിൽ റോ എഷലോൺ ഫോം എന്ന് പറയുന്നത്. കുറെ പേരൊക്കെ കുറെ ക്ലാസ് മിസ്സായെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവര് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് എല്ലാം പറയുന്നത്. ഓക്കെ, നൗ ദ മെട്രിക്സ് ഏത് ഫോമിലേക്ക് മാറ്റി? റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കും. എപ്പോഴും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാറ്? തന്നിരിക്കുന്ന മെട്രിക്സിനെ തിരിച്ച് ഇക്വേഷൻ ആക്കി മാറ്റാം. പിന്നെ വീണ്ടും ഇക്വേഷൻ ആക്കിയിട്ട് ഫോം ചെയ്ത് 0 ഉണ്ട് കേട്ടോ, അത് എഴുതാൻ മറക്കരുത്. x plus 2y plus 3z is equal to 0 ആണ് എഴുതുന്നത്. ഓക്കെ, x plus 2y plus 3z ഇവിടെ 0 എന്നുള്ള കോളം ഞാൻ എഴുതിയില്ല എന്നുള്ളൂ. സോ ഫൈനലി 0 ഇടാൻ മറക്കരുത്, ഹോമോജീനിയസ് ആണ്. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ y plus z is equal to 0. Third equation we have z is equal to 0. So 3 equations കിട്ടി. അപ്പൊ വാല്യൂസ് ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അക്ഷയ് കറക്റ്റ്. z 0, z വാല്യൂ കിട്ടിയാൽ മുന്നത്തെ ഇക്വേഷനിലെ z ന്റെ വാല്യൂ യൂസ് ചെയ്തുകൊണ്ട് y വാല്യൂ കണ്ടുപിടിക്കാം. റാങ്ക് എഴുതാം. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, നമ്മൾ പഠിച്ച തിയറി എന്താണ്? ഇൻഫൈനൈറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അതെല്ലാം തന്നെ നിങ്ങൾക്ക് എഴുതി വെക്കും. റാങ്ക് ഓഫ് എ കേട്ടോ. ഒരാളെ ഡൗട്ട് ചോദിച്ചതാണ്, അതാ പറഞ്ഞേ. റാങ്കിന്റെ കാര്യങ്ങളും തിയറി ഒക്കെ നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാം. Here rank of A is equal to 3. Number of unknowns 3. So z is equal to 0, y is equal to 0 and z is equal to 0. എല്ലാവർക്കും സൊല്യൂഷൻ കിട്ടി. x is equal to 0, y is equal to 0 and z is equal to 0. യുണീക്ക് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ മുന്നൊരു കണ്ടീഷൻസ് പറഞ്ഞു തന്നിരുന്നു. വേണേൽ ആ കാര്യം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യും. അല്ലാതെ തന്നെ കിട്ടുന്നുണ്ട് സൊല്യൂഷൻ അല്ലെ. കാണാതെ പഠിക്കുന്ന നിർബന്ധമില്ല. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അല്ലാതെ നമ്മൾ പഠിച്ച തിയറി എന്തായിരുന്നു വേണേൽ അതുകൂടി പറഞ്ഞാണ്. If rank of A is equal to number of unknowns, then the system have ഇത് സൊല്യൂഷൻ ആയിരിക്കും. If rank of A is equal to number of unknowns, then the system has unique solution. Okay, yes. അപ്പൊ അങ്ങനത്തെ തിയറി ഉണ്ട്. അപ്പൊ ആ കാര്യം കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് പഠിക്കും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം കേട്ടോ. അത് വലിയ ബുദ്ധിമുട്ടുള്ളതല്ല, ഹോമോജീനിയസ്.
വളരെ എളുപ്പത്തിൽ സൊല്യൂഷൻ കിട്ടും. ഓക്കെ, ഇപ്പൊ ആർക്കും ഡൗട്ട് ഉണ്ടോ? ഒരിക്കലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം, അത് കഴിഞ്ഞിട്ട് സമയം തരാം കേട്ടോ. പല ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ചെയ്ത ക്വസ്റ്റ്യൻ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. സോൾവ് x plus 3y minus 2z and the third equation, second equation ഒന്നുകൂടി വായിക്കാം. 2x minus y plus 4z is equal to 0. And the third equation is x minus 11y plus 14z 14 14z ഉണ്ട് കേട്ടോ, is equal to 0. Solve the equation. ചെയ്തോളൂ. Third equation, x minus 11y plus 14z is equal to 0. ഹോമോജീനിയസ് കേസ് ആയതുകൊണ്ടാണ് B0 തന്നേട്ടോ. ഇതിന് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻസിലൊന്നും 0 ആയിരുന്നില്ലല്ലോ. ഹോമോജീനിയസിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുന്നേ പഠിച്ചതെല്ലാം നോൺ ഹോമോജീനിയസ് ആണ്. അതുകൊണ്ടാണ് അവിടെ ബി വാല്യൂ എക്സ് ബി നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കൺസെപ്റ്റ് വന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഹോമോജീനിയസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാം 0 എക്സാമ്പിൾ തന്നത്. അല്ലാതെ എല്ലാ കേസിനും B0 എന്നല്ല കേട്ടോ മീൻ. B0 അല്ലാത്തതല്ലേ നമ്മൾ ഇതുവരെയും ചെയ്തത്. ഇവിടെ ഹോമോജീനിയസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ 0 എന്നുള്ള വാല്യൂ തന്നിരിക്കുന്നത്. ഓക്കെ, മെട്രിക്സ് ഫോം ചെയ്യാം. again റീസൺ പറഞ്ഞു, എ ബി ഫോം ചെയ്യണമെന്നില്ല. മെട്രിക്സ് എ എഴുതി തന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യാം. മെട്രിക്സ് എ 1 3 minus 2 2 minus 1 4 1 minus 11 14. R3 changes to R3 minus R1. Okay, R2 changes to, okay. Second row appo parni rules okke ezhi correct aayita. R2 values endana 0 minus 7 8 kittiyo 0 minus 7 8. Second, sorry, third row R3 changes to 0 minus 14 16. Correct. 0 minus 14 here it is 60. 0 minus 14 60. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. നോൺ സീറോ താഴെയുള്ള ടേംസ് എല്ലാം 0 ആയിട്ടുണ്ട്. ഇത് നോൺ സീറോ താഴെയുള്ളത് 0 ആക്കാണ് വേണ്ടത്. ഒരു കാര്യം നോട്ട് ചെയ്തി, 7ന്റെ മൾട്ടിപ്പിൾ ആണ് 14 വന്നിരിക്കുന്നത്. സോ ഇത് ഈ പറഞ്ഞ പോലെ 1 ആക്കി ചെയ്യേണ്ട കാര്യമില്ല. നേരിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേമിന് 0 ആക്കാം. ഓക്കെ, എന്താണ് റൂൾ എന്ന് പറയാമോ? ഈ ടേം എങ്ങനെ 0 ആക്കാം? അവിടെ എഴുതേണ്ട റൂൾ എന്താന്ന് പറയാം. R3 changes to R3 minus 2R2. Correct. R3 minus 2R2. ഓക്കെ, അപ്പൊ തേർഡ് റൂള് വാല്യൂസ് ഒക്കെ ഒന്ന് പറയാം മക്കളെ. എന്താ കിട്ടിയേ? ഈ റൂൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ തേർഡ് റൂള് വാല്യൂസ് 0 0 5 കറക്റ്റ് 0 0. ഓക്കെ ഓക്കെ, എല്ലാവരും കണ്ടുപിടിച്ചു. അപ്പൊ സൊല്യൂഷൻ കൂടി കണ്ടുപിടിക്കുക കേട്ടോ. തിരിച്ച് ഇക്വേഷൻ ആക്കി മാറ്റാം. then find the solution. മെട്രിക്സിന് തിരിച്ച് ഇക്വേഷനിലേക്ക് എഴുതാം കേട്ടോ. മക്കൾക്ക് ആ തിയറിയും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. റാങ്കിനെ ബേസ് ചെയ്തിട്ടുള്ളതെല്ലാം എഴുതി വെക്കാം കേട്ടോ അവിടെ.
Here rank of A 2, number of unknowns 3. So rank of A less than number of unknowns. Therefore, the system have infinite solution. And the solution is, അതൊക്കെ ചെയ്യാട്ടോ, തെറ്റിക്കരുത്. ആ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ. ഓക്കെ ആൻറ്റി, ഇൻഫൈനൈറ്റ് ആണ് കിട്ടിയിട്ടുണ്ട്. ഇനി ആ സൊല്യൂഷൻ കൂടി കണ്ടുപിടിക്കും. ഇൻ ടേംസ് ഓഫ് ടിയിൽ കണ്ടുപിടിക്കും. ഇക്വേഷൻ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹോമോജീനിയസ് ആണ്. സോ ഇക്വേറ്റ് ടു 0 കൊടുത്ത് വേണം ഇക്വേഷൻ എഴുതാൻ. അത് മറന്നു പോകരുത് കേട്ടോ. നോൺ ഹോമോജീനിയസ് കുറെ അങ്ങനെ എഴുതിയിട്ട് ഹോമോജീനിയസിൽ 0 ഇടാൻ മറക്കരുത്. കാരണം മെട്രിക്സ് എ മാത്രമാണ് നമ്മൾ അവിടെ എഴുതുന്നത്, എ ബി എഴുതുന്നില്ല. അപ്പൊ ബിയിൽ എന്ത് എഴുതണം എന്ന് ആലോചിക്കരുത് കേട്ടോ. വാല്യൂസ് കണ്ടുപിടിച്ചവർക്ക് പറയാം. സെഡിനായിരിക്കും എന്തായാലും ടി കൊടുക്കുക അല്ലെ. സെഡ് ടി y and x. Y is equal to value of y. theory 8/7t. okay Angela, 8/7t. X value, x is equal to 6/7t. mistake ആണ്. ആരോ എഴുതിയ വാല്യൂ മിസ്റ്റേക്ക് ഉണ്ട്. ഒന്നുകൂടി. Any other answer? X value സിമ്പിൾ കാൽക്കുലേഷൻ ആയിട്ട്, അത് വേറെ ഒന്നും കണ്ടുപിടിക്കാനില്ല. പലരും തെറ്റിക്കുന്നത് അത് തന്നെയാണ്. -10t/7. ആരും ഒരാൾ വേറെ വാല്യൂ ആണ് കണ്ടുപിടിച്ച് പറഞ്ഞിരുന്നത്. ഒന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ മക്കളെ. ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യുക. -10/7t. ഓക്കെ, -10/7t. ഇത് നമ്മുടെ ഹോമോജീനിയസ്, നോൺ ഹോമോജീനിയസ് ജനറൽ നമ്മുടെ ഇവിടെ തീരാം. ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അസൈൻമെന്റും കാര്യങ്ങളും തരുമ്പോൾ കുറച്ചുകൂടി പ്രോബ്ലംസ് ഒക്കെ തരാം കേട്ടോ. ഇതുവരെ എടുത്ത ടോപ്പിക്കിൽ വല്ല ഡൗട്ട് ഉള്ളവർക്ക് പറഞ്ഞാൽ ഞാനത് വീണ്ടും പറഞ്ഞുതരാം. ആർക്കെങ്കിലും വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോജീനിയസ് വേറെ കൺസെപ്റ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. നോൺ ഹോമോജീനിയസ് മനസ്സിലായ ഒരാൾക്ക് ഹോമോജീനിയസ് വളരെ എളുപ്പത്തിൽ പഠിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ചെയ്യുന്നതിൽ കോൺസ്റ്റൻസ് വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. എ ബി ന്യൂ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇപ്പൊ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സ് വാല്യൂ എങ്ങനെയാ വന്നത് എന്നുള്ളതല്ല. അപ്പൊ പറഞ്ഞുതരാം. ഇവിടെ ഇക്വേഷൻ നോക്കട്ടെ. സെഡും വൈയും കണ്ടുപിടിച്ചു. എക്സ് വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3y മൈനസ് 2z അല്ലെ. ഫൈനലി കിട്ടിയ ഇക്വേഷൻ ഇതായിരുന്നു. ഈക്വൽ ടു 0. ഈ ഇക്വേഷനിൽ y ആൻഡ് സെഡിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വാല്യൂ നമ്മൾക്ക് കിട്ടും. സെഡിന് എന്താ കൊടുക്കണ്ടേ? ടി. സോ സെഡിന് പകരം അവിടെ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, y is equal to 8/7t. y-യുടെ പ്ലേസിൽ 8/7 x plus 3 into 8/7t minus 2t equal to 0. അല്ലോ, ഇത് ഇതുപോലെ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. 8 plus 24t/7 minus 2t is equal to 0. or x plus 10t/7. Okay, ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 10t/7 is equal to 0 എന്ന് കിട്ടും. or x is equal to 10t/7 എന്നുള്ളത് അങ്ങോട്ടേക്ക് മാറ്റി എഴുതിയാൽ എന്താ വരിക? -10t/7 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ടൈം തീർന്നു. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലും ഇട്ടാ
സമയം കഴിഞ്ഞു, മീറ്റിംഗ് ലീവ് ചെയ്തോളൂ. അടുത്ത മീറ്റിംഗ് 9:30 കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ, വെയിറ്റ് ആവരുത്.